പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനകത്ത് ഒന്ന് ചോദ്യങ്ങളാണ്, ഒരു 4-5 ചോദ്യങ്ങളുണ്ട്. ചോദ്യ ചിഹ്നങ്ങളോടുകൂടിയാണ് അധ്യായം ആരംഭിക്കുന്നത് തന്നെ. സംഭവം ചോദ്യ ചിഹ്നങ്ങളോടുകൂടി 31-ാമത്തെ ഇത് മുതൽ വായിക്കുമ്പോൾ ഓരോ ചോദ്യങ്ങളാണ്. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ. അപ്പോൾ ഒരു ചോദ്യചിഹ്നം. പിന്നെ അങ്ങോട്ട് ഓരോന്ന് പറയുമ്പോഴും ഓരോ ചോദ്യചിഹ്നങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളോടുള്ള ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ നിനക്ക് പ്രതികൂലം ആരാകുന്നു? ഈ ലോകത്ത് ആർക്കെങ്കിലും ദൈവം അനുകൂലമായിട്ട് നിൽക്കുമ്പോൾ പ്രതികൂലമായിട്ട് നിൽക്കാൻ പറ്റുമോ? നമ്മൾ വേദപുസ്തക ചരിത്രത്തിനകത്ത് ദൈവം അനുകൂലമായി എഴുന്നേറ്റപ്പോഴൊക്കെ അവിടെ എന്ത് ചെയ്തു? ശത്രുവിൻ്റെ കാര്യത്തിന് തീരുമാനമാവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം ഒരു മനുഷ്യന് അനുകൂലമെങ്കിൽ ലോകത്തൊരു ശക്തിക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുകയാണ് നിന്റെ കൂടെ ദൈവമുണ്ട്? അടുത്തിരിക്കുന്നവരെ ഒന്ന് ധൈര്യപ്പെടുത്തി പറഞ്ഞാട്ടെ, നിന്റെ കൂടെ ദൈവമുണ്ട്, നിന്റെ കൂടെ ദൈവം അനുകൂലമായി ഉണ്ട്. വിശ്വസിക്കാൻ പറ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പറ. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്നവരെ നോക്കി 1, 2, 3, 4 പേരോട് നിങ്ങൾ പറഞ്ഞ ദൈവം നിനക്ക് അനുകൂലമാണ്. പിശാചല്ല നിനക്ക് അനുകൂലം. ആരാണ്? ദൈവം നിനക്ക് അനുകൂലമായിരിക്കുന്നത് കൊണ്ട് ലോകത്തൊരു ശക്തികൾക്കും നിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കയില്ല. ഏത് പ്രതികൂലത്തിൻ്റെയും പ്രതിസന്ധികളുടെ നടുവിൽ ആരെങ്കിലും ഇതിനകത്തിരിക്കുകയാണെങ്കിൽ, രോഗികളായിരിക്കുകയാണെങ്കിൽ, കടഭാരത്തിൻ്റെ നടുവിലായിരിക്കുകയാണെങ്കിൽ, വേദനയോടെ തകർന്ന ഹൃദയത്തോടെ ആയിരിക്കുകയാണെങ്കിൽ, പരിശുദ്ധാത്മാവ് നിന്നോടുള്ള ആലോചനയായി വെളിപ്പെടുത്തുകയാണ്. ഇന്നത്തെ പ്രതികൂലം കണ്ട് നീ ഭയപ്പെടണ്ട. നീ കാണാത്ത ദൈവത്തിൻ്റെ കരം നിനക്ക് അനുകൂലമായി ചലിക്കുന്നത് കൊണ്ട്, നിനക്ക് ദൈവം അനുകൂലമാണെന്നതിൻ്റെ അടയാളമാണ് ഇന്ന് നീ ജീവനോടുകൂടി ഭൂമിയിൽ ഇരിക്കുന്നത്. നിനക്ക് ദൈവം അനുകൂലമാണ് എന്നതിൻ്റെ അടയാളമാണ് ഇന്ന് നീ ജീവനോടെ ഭൂമിയിൽ ഇരിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അടുത്ത ഭയങ്കര ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. അടുത്ത സ്വന്തം പുത്രനെ ആദരിക്കാതെ. അപ്പൊ അതാണ് അതിന്റെ ഉത്തരം. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി. നിങ്ങൾക്ക് ഒരു ചോദ്യം. നമ്മൾ പലപ്പോഴും പറയും ഞാൻ വിലയില്ലാത്തവനാണ്, അല്ലേ? ഇത്ര പേരങ്ങനെ പറയും. ഞാൻ മൾട്ടി ബില്യനർ അല്ല, ഞാൻ റിച്ച് ആയിട്ടുള്ള ആളല്ല, ഞാനൊരു ദാരിദ്ര്യവാസിയാണ്, ഞാൻ വിലയില്ലാത്തവനാണ്, നീ കുറവുള്ളവനാണ്. ഞാൻ നിങ്ങളുടെ അരുൺ ബ്രദറിനോട് ചോദിക്കുക, ബ്രദറിന് ഒരു 10 കോടി രൂപ തരാം, നിങ്ങളുടെ കൈ ഇങ്ങ് തരുമോ? സിസ്റ്റർ ഒരു 10 കോടി രൂപ, ഒരു 100 കോടി രൂപ കണ്ണ് തരുമോ? തരുമോ? പ്രൈസ് ദി ലോർഡ്. നിങ്ങളാണ് നിങ്ങൾക്ക് വിലയില്ലെന്ന് പറയുന്നത്. 100 കോടി കൊടുത്താൽ നിങ്ങളുടെ കയ്യോ കാലോ കണ്ണോ നിങ്ങൾ കൊടുക്കുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ എത്ര വിലയുള്ളവരാണ്? നിങ്ങൾ മൾട്ടി ബില്യനെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ വിലയില്ലാത്തവനാണ്, ഞാൻ പണമില്ലാത്തവനാണ്, ഞാൻ കുറവിൽ ഉള്ളവനാണ്, എനിക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന അവസാനം ഒന്നുമില്ലാതായി പോകും. പക്ഷെ നിനക്കറിയത്തില്ല നിന്റെ വാല്യൂ. 100 കോടിയോ 1000 കോടിയോ അതിനപ്പുറമാണ് നിന്റെ ഒരു കൈ, നിന്റെ ഒരു കാല്, നിന്റെ അവയവങ്ങൾ. അതാർക്കും നീ കൊടുക്കരുത്. കാരണം അത്രയും വിലയേറിയവനായി ദൈവം നിന്നെ പണിതിരിക്കുകയാണ്, സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇന്ന് പകൽ നിന്നെ നോക്കി നീ കണ്ണാടി നോക്കി പറയണം, ഐ ആം എ റിച്ചസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്. എനിക്കൊരു വാല്യൂ ഉണ്ട്, ഞാൻ വാല്യുബിൾ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്, പ്രഷ്യസ് ആണ്. മനസ്സിലായോ? സന്തോഷമായോ? പ്രൈസ് ദി ലോർഡ്. കേട്ടോ സുമസിസ്റ്ററെ? എന്താണ്? വാല്യൂ ഉണ്ട്. നമുക്കെല്ലാം വില, ഭയങ്കര വിലയാണ്. ഒരാൾ വന്ന് നമ്മളോട് അയ്യോ എന്ന് പൈസ ഇല്ലല്ലോ, ഒരു കാര്യം ചെയ്യും, 5 പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടി കഞ്ഞി കുടിക്കാൻ നിവർത്തി ഒരു കൈ ഇങ്ങിതാ, ഞാൻ ഒരു 100 കോടി തരാം. ആ കൈ കൊണ്ടിരുന്ന നമ്മളവനെ അടിക്കൂലേ? പ്രൈസ് ദി ലോർഡ്. കാരണം അത്രയ്ക്ക് വാല്യൂ ഉള്ള വ്യക്തികളാണ് നിങ്ങൾ. കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്.
ആ സൃഷ്ടിയായ നിന്നോട് ദൈവം പറയുന്നു, ഞാൻ നിനക്ക് അനുകൂലമാണ്. നീ ചിന്തിക്കരുത് നിനക്ക് പ്രതികൂലമാണെന്ന്. ഞാൻ നിനക്ക് അനുകൂലം മാത്രമല്ല, എൻ്റെ സ്വന്തം പുത്രനായ യേശു ക്രിസ്തുവിനെ, അല്ലെങ്കിൽ എൻ്റെ സ്വന്തം മകനെ ആദരിക്കാതെ, അവനെ സ്നേഹിക്കാതെ, ആ കണ്ണുനീര് കാണാതെ, ആ വിലാപം കാണാതെ, ആ രക്തക്കണ്ണീര് കാണാതെ, ഗെത്ശമനയിൽ വെച്ചുള്ള കണ്ണുനീര് കരഞ്ഞപ്പോൾ രക്തം വാർന്നൊഴുകി, അത് മൈൻഡ് പോലും ചെയ്യാതെ ക്രൂശിൽ കിടന്ന് അബ്ബാ പിതാവെന്ന് വിളിച്ചപ്പോൾ പോലും കണ്ണടച്ച് കളഞ്ഞത് അവ സ്വന്തം പുത്രനേക്കാളും വാല്യൂ നിനക്ക് ദൈവം തന്നതുകൊണ്ടാണ്. ഹല്ലേലൂയ. തൻ്റെ സ്വന്തം പുത്രനായ യേശു ക്രിസ്തുവിനേക്കാളും നീ പിതാവിന് പ്രിയപ്പെട്ടവനായതുകൊണ്ട്. ഓ പ്രൈസ്. കരമടിക്കാമോ ദൈവത്തിന്? ആ പിതാവായ ദൈവത്തിന് ഒന്ന് കരമടിക്കാമോ? എത്ര വലിയവൻ അവൻ, എത്ര വലിയവനാണ്, എത്ര സ്നേഹസമ്പന്നനാണ്. പ്രൈസ് ദി ലോർഡ്. സ്വന്തം പുത്രനായ യേശു ക്രിസ്തുവിന് വാല്യൂ കൊടുക്കാതെ, ആദരിക്കാതെ, ഹല്ലേലൂയ സ്തോത്രം, നിന്നെ സ്നേഹിച്ച ദൈവം പുത്രനെ തന്നുവെങ്കിൽ അതോടുകൂടി സകലതും തരാതിരിക്കുമോ? ഒരു ചോദ്യചിഹ്നമാണ്. പ്രൈസ്. നമ്മളെ മാറോട് ചേർത്ത് അമർത്തി സ്വന്തം കയ്യിലോട്ട് എടുത്തിട്ട് ദൈവം ചോദിക്കുന്നൊരു ചോദ്യമാണ്. പ്രൈസ്. എൻ്റെ മകനെ പോലും ഞാൻ ആദരിക്കാതെ നിന്നെ സ്നേഹിച്ച് എൻ്റെ മകനെ നിനക്ക് വേണ്ടി തന്നെങ്കിൽ, ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, അവനോടുകൂടി ഞാൻ സകലതും. സ്വന്തം പുത്രനെ തന്നെങ്കിൽ നിനക്ക് സൗഖ്യം തരാതിരിക്കുമോ? നിനക്ക് ജോലി തരാതിരിക്കുമോ? ഒരു കിഡ്നി തരാതിരിക്കുമോ? നിനക്ക് ഹാർട്ട് തരാതിരിക്കുമോ? നിനക്ക് സമ്പത്ത് തരാതിരിക്കുമോ? നിനക്ക് വീട് തരാതിരിക്കുമോ? നിന്റെ ഹൃദയത്തിനകത്തുള്ള സകല ചോദ്യങ്ങൾക്കും എല്ലാ ഇല്ല എന്നുള്ള അവസ്ഥയും, എന്നെ സ്നേഹിക്കുന്നില്ല, കരുതുന്നില്ല, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, എനിക്ക് ദൈവം സൗഖ്യം തരുന്നില്ല, എന്നെ ദൈവം നടത്തുന്നില്ല, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നില്ല എന്ന് നീ പരാതി പറയുമ്പോൾ ഇന്ന് കർത്താവ് ചോദിക്കുന്നു, എൻ്റെ സ്വന്തം പുത്രനെ നിനക്ക് തന്നെങ്കിൽ അതിനേക്കാൾ വലുതാണോ നീ ഇന്ന് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ? ഹല്ലേലൂയ. എത്ര സന്തോഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്ന് ചിരിച്ചുകൊണ്ട് അടുത്തിരിക്കുന്നവർ പറഞ്ഞു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നിന്നെ സ്നേഹിച്ച ദൈവം, സഹോദര സഹോദരി, അതോടുകൂടി സകലത് പറഞ്ഞിട്ട് സകലത് എന്ന് ഒന്ന് തൊട്ട് തലോടി ഒന്ന് കെട്ടിപ്പിടിച്ച് പറ, എല്ലാം തന്നിരിക്കുക, 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 എല്ലാം നിനക്ക് തന്നിരിക്കുകയാണ്, എല്ലാം നിനക്ക് തന്നിരിക്കുക. എൻ്റെ ദൈവം സകലതും തന്ന ഭാഗ്യവാന്മാരാ നിങ്ങൾ, അനുഗ്രഹിക്കപ്പെട്ടവരാ നിങ്ങൾ. ഈ ലോകത്ത് ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഭാഗ്യശാലികളില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തോ ഒരു പാട്ടുണ്ട്, എന്തോ ഭാഗ്യശാലികൾ എന്ന് പറഞ്ഞെന്തോ, യഹോവാ ദൈവമാം അനിമോനെ പാടി സപ്പോർട്ട് ചെയ്ത് പാടിയട്ടെ ഈ പാട്ട്. സ്വപ്നത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് യേശുവിനെ അറിയാതെ കടന്നപ്പോൾ ആദ്യമായിട്ട് ദർശനത്തിൽ ഞാൻ കേട്ട പാട്ടായത് 1994 എൻ്റെ അമ്മയും എൻ്റെ സഹോദരനും ഒക്കെ വിശ്വാസികളായി ഭയങ്കര പാട്ടും പ്രാർത്ഥന ആരാധന നടന്നപ്പോൾ നാണക്കേട് കൊണ്ട് പുതപ്പിനടിയിൽ കയറി കടന്ന് അവരെ നമ്മൾ നാണം കെടുത്തി അപമാനിച്ചു, ഇതായി പോയി. നാണക്കേട് കൊണ്ട് ഞാനിങ്ങനെ കിടന്നുറങ്ങുകയാണ്. ഉറങ്ങിയ രാത്രി അർദ്ധരാത്രി ആയപ്പോൾ എൻ്റെ ചെവിയിൽ ഒരു വലിയ പാട്ട്, ഈ പാട്ടാണ് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായി ഒരു ക്രിസ്തീയ ഗാനം കേൾക്കുന്നത് ചെവിയിൽ. ഒന്ന് ഉറക്കെ പാടിയാട്ടെ. യഹോവാ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനമാം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനമാം. പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ?
വിശുദ്ധ ജാതിനാം എത്ര വലിയ ഭാഗ്യശാലികൾ! ഇതുപോലൊരു വിശുദ്ധ ജാതി ഉണ്ടോ ഈ ഭൂമിയിൽ? നിന്റെ കുടുംബം നിന്റെ ദേശത്തിൽ വ്യത്യസ്തമാണ്. നീ ഒറ്റപ്പെട്ട വ്യക്തിയായിരിക്കാം, പക്ഷെ നീ വ്യത്യസ്തനാണ്, വിശുദ്ധ ജാതിയാണ്, ഭാഗ്യശാലിയാണ്. നിനക്കൊരു പോകാനൊരു ഇടമുണ്ട്, ഒരു ഭാഗ്യദേശമുണ്ട്. ഓ ജീസ, ആശ്രയിപ്പാൻ ഒരു ദൈവമുണ്ട്. കുലുങ്ങാത്ത ദൈവം, കൈവിടാത്ത ദൈവം. നമ്മളെപ്പോലെ ഭാഗ്യശാലികൾ ഈ ലോകത്തില്ല. ആ ചോദ്യങ്ങളാണ്. ഞാൻ നിനക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലമാണ്. ഞാൻ നിനക്ക് സ്വന്തം പുത്രനെ തന്നെങ്കിൽ അതോടുകൂടി എല്ലാം തരത്തില്ലേ. അടുത്ത് വായിച്ചോ. ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? കുറ്റം ചുമത്തുന്നവനെ നോക്കി നീ പറ, നിന്നെ ദൈവമാണ് തിരഞ്ഞെടുത്തത്. അടുത്തിരിക്കുന്നത് പറഞ്ഞു, എന്നെ ദൈവമാണ് തിരഞ്ഞെടുത്തത്. ദൈവം തിരഞ്ഞെടുത്ത അപ്പോസ്തലനാണ് ഞാൻ. ദൈവം തിരഞ്ഞെടുത്ത പ്രവാചകനാണ് ഞാൻ. ദൈവം തിരഞ്ഞെടുത്ത ഇവാഞ്ചലിസ്റ്റാണ് ഞാൻ. എന്നെ ദൈവം തിരഞ്ഞെടുത്തുവെങ്കിൽ, ഹേ ദുഷ്ട പിശാചേ, നിനക്ക് ആരധികാരം തന്നു എന്നെ കുറ്റപ്പെടുത്തുവാൻ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാവരും അങ്ങോട്ട് നോക്കി പറഞ്ഞോ, നിന്നെ കുറ്റപ്പെടുത്താൻ ആർക്കും അധികാരമില്ല. നിന്നെ കുറ്റപ്പെടുത്തുവാൻ ആർക്കും അധികാരമില്ല. നീ പാപിയാണെന്ന് പറയുവാൻ ആർക്കും അധികാരമില്ല. നീ പിശാചാണെന്ന് പറയാൻ ആർക്കും അധികാരമില്ല. നീ പോക്കാണെന്ന് പറയാൻ ആർക്കും അധികാരമില്ല. നീ ശപിക്കപ്പെട്ടവനാണെന്ന് പറയാൻ നിനക്ക് ആർക്കും അധികാരമില്ല. കാരണം എൻ്റെ ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്റെ ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്നെ കുറ്റം വിധിപ്പാൻ ആർക്കും അധികാരമില്ല. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര പേർക്ക് സന്തോഷമുണ്ട്? സജീവ് ബ്രദറെ, സന്തോഷമാണോ? കുറ്റപ്പെടുത്താൻ ആർക്കെങ്കിലും അധികാരമുണ്ടോ? ആർക്കും അധികാരമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്ത വായിച്ചു. രക്ഷ വിധിക്കുന്നവൻ ആർ? ക്രിസ്തുയേശു മരിച്ചവന്, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. നമുക്ക് വേണ്ടി ആരുണ്ട്? ആരും ഇല്ലെന്ന് നിങ്ങൾ പറയരുത്. സംസാരിക്കാൻ, പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഇല്ല എന്ന് നിങ്ങൾ പറയരുത്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ ഇവിടെയുള്ള മെമ്പർമാർ ആവശ്യമില്ല. ഇവിടെയുള്ള കൗൺസിലർമാരുടെ ആവശ്യമില്ല. ഇവിടെയുള്ള മുഖ്യമന്ത്രിമാരുടെ ആവശ്യമില്ല. ഇവിടെയുള്ള ഒരു പൊളിറ്റീഷ്യന്മാരുടെ ആവശ്യമില്ല. അതുകൊണ്ട് നീ പറയണ, എനിക്ക് വേണ്ടി ആര് പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും 24 മണിക്കൂറും എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു യേശു എനിക്കുള്ളതിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പാസ്റ്റർ പ്രാർത്ഥിച്ചില്ല എന്ന് നീ പറയരുത്. പ്രൈസ് ദി ലോർഡ്. ആരും നിനക്ക് വേണ്ടി മധ്യസ്ഥത വഹിച്ചില്ലെങ്കിലും എത്ര സന്തോഷമായി. നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ ആരാ ഉള്ളത്? ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ച് എത്രത്തോളം പ്രാർത്ഥിക്കും നമുക്ക് വേണ്ടി? സ്വന്തമായിട്ട് പ്രാർത്ഥിക്കാൻ വയ്യ, പിന്നെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അല്ലേ? ആരോടെങ്കിലും നമ്മൾ പറയുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഭാഷ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ഭാഷ, അടുത്ത നിമിഷം കൂർക്കം വലിയേക്കാം. ഏത് ഭാഷ നിങ്ങൾക്ക് വേണ്ടി മുട്ടുടക്കി മണിക്കൂറുകൾ പ്രാർത്ഥിക്കും? ഏത് വിശ്വാസി പ്രാർത്ഥിക്കും? ഏത് കൂട്ടു സഹോദരങ്ങൾ പ്രാർത്ഥിക്കും? ഏത് സഭ പ്രാർത്ഥിക്കും? ആര് പ്രാർത്ഥിക്കും? നിനക്കൊരു വിഷയം വരുമ്പോൾ ആര് നിനക്കുണ്ട്? പക്ഷെ നിനക്ക് ഒരിക്കലും മയങ്ങാത്ത, മറക്കാത്ത, മയങ്ങാത്ത, ഉറങ്ങാത്ത ഒരു ദൈവം. 121 സങ്കീർത്തനം പറയുന്നു, ഞാൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കയ്യിൽ, ആ ഉള്ളം കയ്യിലെ വര പോലെ ഞാൻ നിന്നെ സൂക്ഷിക്കുന്നു. എൻ്റെ സഹായം എവിടെ നിന്നാണ് വരുന്നത്? നാട്ടുകാരിൽ നിന്നല്ല, വീട്ടുകാരിൽ നിന്നല്ല. എൻ്റെ സഹായം കൂട്ടുകാരിൽ നിന്നല്ല. ഒരിക്കലും മയങ്ങാത്ത, ഉറങ്ങാത്ത, മറക്കാത്ത ഒരു ദൈവമായ യേശു എനിക്ക് വേണ്ടി 24 മണിക്കൂറും പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട്, അവൻ എന്റെ രക്ഷകനായതുകൊണ്ട്, ഇന്ന് പകൽ അവൻ എനിക്ക് അനുകൂലമായതുകൊണ്ട്, അവൻ സ്വന്തം പുത്രനെ ആദരിക്കാതെ എനിക്ക് തന്നതുകൊണ്ട്, ഹല്ലേലൂയ, 24 മണിക്കൂറും അവൻ എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ഇന്ന് ഞാൻ ജീവനോടെ ഇരിക്കുകയാണ്. അറിയാതിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി പിതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ പിതാവ്, നമ്മുടെ കർത്താവ്. എപ്പോഴും പറയും, പിശാച് 100 കാര്യങ്ങളുമായി അവൻ ശരിയല്ല, അവൻ ശരിയല്ല, അവൻ്റെ തെറ്റുകുറ്റങ്ങളുമായിട്ട് പിശാച്
എൻ്റെയും നിൻ്റെയും തെറ്റുകളും കുറ്റങ്ങളും ലിസ്റ്റ് എഴുതിക്കൊണ്ട് അവൻ പിതാവിൻ്റെ അടുക്കൽ ചെന്ന് നിന്ന് വലിയ ലിസ്റ്റ് അങ്ങോട്ട് കാണിച്ച്, നീ തിരഞ്ഞെടുത്തവൻ്റെ കുറ്റം കണ്ടോ എന്ന് പറയുമ്പോൾ അടുത്ത വലത്ത് ഭാഗത്തിരിക്കുന്ന കർത്താവ് യേശു ക്രിസ്തു പറയും, അവനെ ഞാൻ തിരഞ്ഞെടുത്തവൻ, എൻ്റെ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ചവൻ, അവനെ കുറ്റം വിധിക്കാൻ ഹേ പിശാചേ നിനക്ക് അധികാരമില്ല. കർത്താവ് ആ ലിസ്റ്റിനെ എടുത്തിട്ട് വലിച്ച് കീറിക്കളഞ്ഞിട്ട് പറയും, എൻ്റെ പ്രിയപ്പെട്ടവനാണവൻ, പ്രിയപ്പെട്ടവളാണവൾ, ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ മാനപാത്രം. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാവരും പറഞ്ഞു, ഞാൻ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന മാനപാത്രം. പറഞ്ഞാട്ട് വലിയ ഉറക്കെ കുറച്ചു തരാം. ആ മാനത്തിന് കുറവുണ്ടാവരുത്. എന്താണ്? മാനപാത്രമാണ് ഞാൻ. മാനപാത്രം പറഞ്ഞ് അടുത്തിരിക്കുന്നത്, ഞാനൊരു മാനപാത്രമാണ്, ഞാനൊരു മാനപാത്രമാണ്. ദൈവം തെരഞ്ഞെടുത്ത മാന്യതയുള്ളൊരു പാത്രമാണ് ഞാൻ. ആ ദൈവത്തിന്റെ അഭിഷേകം ആ പാത്രത്തിനകത്ത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത വായിക്ക്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? ഇത്രയും സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അകത്ത് നിന്ന് ആർക്കാണ് നിന്നെ വേർപിരിക്കാൻ സാധിക്കുന്നത്? നീ വേർപിരിയണമെന്ന് ആഗ്രഹിച്ചാലും ദൈവം നിന്നെ വേർപിരിയുകയില്ല. നീ പ്രാർത്ഥിക്കാതിരുന്നാലും, നീ ആരാധിക്കാതിരുന്നാലും, നീ കൈകെട്ടിയിരുന്നാലും, നീ മൈൻഡ് ചെയ്യാതിരുന്നാലും, നീ എങ്ങനെയൊക്കെ ഇരുന്നാലും ദൈവം പറയാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും ഒരിക്കലും ഒരു ശക്തികൾക്കും, ഒരു നഗ്നതകൾക്കും, ഒരു പട്ടിണിക്കും, ഒരു പ്രതികൂലങ്ങൾക്കും, ഒരു വിഷയങ്ങൾക്കും, ഒരു വാളിനും നിന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും വേർപിരിക്കാൻ ഇന്ന് പകൽ സാധിക്കയില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ പറ്റുമോ? നമുക്ക് വേർപിരിയണമെന്നൊക്കെ ആഗ്രഹം പലപ്പോഴും തോന്നും. അത് നമ്മുടെ മനുഷ്യനായതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത്. അയ്യോ മതി കർത്താവേ എന്ന് വന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് കഴിയുമെങ്കിൽ പാനപാത്രം. പിതാവായ ദൈവത്തിന് സ്നേഹം കൂടിയപ്പോൾ സ്വന്തം മകനെ അങ്ങ് മറന്നു. അപ്പോഴും മകൻ പറയുകയാണ്, കഴിയുമെങ്കിൽ എന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്, എന്നെ കൊണ്ട് വയ്യ, അത്രയ്ക്ക് സഹിക്കാൻ വയ്യ. അതുപോലെ എല്ലാ മനുഷ്യരും നമ്മളും പറയും, അയ്യോ ഈ ക്രിസ്തീയ ജീവിതം കഷ്ടത നിറഞ്ഞതാണ്, പ്രതികൂലത, പ്രാർത്ഥനകൾക്ക് പലപ്പോഴും മറുപടിയില്ല. പല സാഹചര്യങ്ങളുടെ നടുവിലും നമ്മൾ പറയും, ഈ ക്രിസ്ത്യാനി ആകണ്ടേയിരുന്നു, വിശ്വാസി ആകണ്ടേയിരുന്നു, പാസ്റ്റർ ആകണ്ടേയിരുന്നു, അങ്ങനെ 100 കാര്യം പറയുമ്പോഴും ആ അകത്ത് നമ്മൾ പോലും അറിയാതെ ഉപബോധ മനസ്സിനകത്ത് കിടക്കുന്ന രക്ഷയുടെ സന്തോഷം, നമ്മളെ ഈ ലോകത്തിൽ നമുക്ക് സന്തോഷമില്ലെങ്കിലും കഷ്ടതയുണ്ടെങ്കിലും ആ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ദൈവസ്നേഹത്തിന്റെ ആഴം ചില സമയങ്ങളിൽ നമ്മളെ വല്ലാതെ ആകർഷിച്ച് ഒരു മുട്ടുസൂചി ഒരു കാന്തവുമായിട്ട് കണക്ഷൻ ആയി കിടക്കുന്നത് പോലെ നമ്മൾ പോലും അറിയാതെ അസ്ഥിയോട് മാംസത്തോട് ആത്മാവിനോട് ആ പിതാവായ ദൈവത്തിനോട് പുത്രനായ യേശുവിനോട് രക്തത്താൽ ഒരു ബന്ധം നമുക്കുണ്ടായി പോയത് കൊണ്ട് ആ കർത്താവിൽ നിന്നും ഒന്നിനും നമ്മെ വേർപിരിക്കാൻ സാധിക്കയില്ല. കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. മാറ്റിയോ നിങ്ങളെ? അതവിടെ ഇരിക്കുന്ന ഏറ്റവും ഫ്രണ്ടിൽ കഷ്ടത അനുഭവിച്ചു വന്നിരിക്കുക. കഷ്ടത നമ്മുടെ അനിബ്രദറിനെ ക്രിസ്തുവിൽ നിന്ന് മാറ്റിയോ? സങ്കടം മാറ്റിയോ? ഉപദ്രവങ്ങൾ മാറ്റിയോ? പട്ടിണി മാറ്റിയോ? പട്ടിണി കിടന്ന് എത്ര പേരുണ്ട്? പട്ടിണി മാറ്റിയോ? എന്താണെന്നറിയില്ല. വേറെ ഏതെങ്കിലും ഒരു മാർഗമായിരുന്നെങ്കിൽ നമ്മൾ എന്നേ കളഞ്ഞിട്ട് പോയേനെ. പക്ഷെ ഇതിനകത്തൊരു ദൈവ സ്നേഹത്തിന്റെ ശക്തി. പട്ടിണി വന്നാലും മാറാൻ പറ്റുന്നില്ല, ഉപദ്രവം വന്നാലും മാറാൻ പറ്റുന്നില്ല, നഗ്നത വന്നാൽ മാറാൻ പറ്റുന്നില്ല, വാള് വന്നാൽ മാറാൻ പറ്റുന്നില്ല. ഇതെന്താണ് ഇതിന്റെ പുറകിൽ? ഇതിന്റെ പുറകിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ശക്തി. 2 വർഷം കൊറോണ പിടിച്ച് വീട്ടിനകത്തിരുന്നിട്ടും നമുക്ക് ഈ ആരാധിക്കാതിരിക്കാൻ പറ്റുന്നില്ല.
ആരാധനകൾക്ക് വേണ്ടി കൊറോണ സമയകാലങ്ങളിൽ എങ്ങനെ എപ്പോൾ ചർച്ച തുറക്കും, എപ്പോൾ ഒന്ന് കയ്യിലടിച്ച് ആരാധിക്കാം, എപ്പോൾ മാസ്ക് ഇല്ലാതെ ആൾക്കാരെ മുഖത്ത് നോക്കി എപ്പോൾ കൈയൊന്ന് അടിക്കാം, എപ്പോൾ അടുത്തിരിക്കുന്നതിന് കൈ കൊടുക്കാം, എങ്ങനെ ചേർന്നിരുന്ന് ആരാധിക്കാം, എങ്ങനെ കൂട്ടായ്മ ബന്ധത്തിലാകാമെന്ന ആകാംക്ഷ ഭരിതരായി 2-3 വർഷക്കാലം നമ്മൾ അകത്തളങ്ങളിൽ ഇരുന്നു. എന്നിട്ടിത് തുറന്നപ്പോൾ ഓടി കയറി വന്നത് നമ്മൾ പോലും അറിയാതെ നമ്മളെ നയിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ ശക്തിയാണ്. നമ്മുടെ അകത്ത് അത് ഇല്ലാതാകുമ്പോൾ, ആരാധന ഇല്ലാതാകുമ്പോൾ, പ്രാർത്ഥന ഇല്ലാതാകുമ്പോൾ, അഭിഷിക്തന്മാരുടെ ദൂതുകൾ ഇല്ലാതാകുമ്പോൾ, നമ്മളെ വീണ്ടും ആകാംക്ഷയോടെ അത്യാഗ്രഹത്തോടെ നമ്മളെ പിടിച്ചെടുപ്പിക്കുന്നത് നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അദൃശ്യമായ ദൈവത്തിന്റെ സ്നേഹമാണ്. ഹല്ലേലൂയ. ഈ കാലഘട്ടങ്ങളിൽ ക്രിസ്തുവിൻ്റെ പ്രതികൂലങ്ങൾ, ക്രിസ്തുവിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ നേരിട്ട്, കഷ്ടത നേരിട്ട്, അപമാനം, നിന്ദകൾ നേരിട്ടിട്ടും ഇതുവരെയും ആ ക്രിസ്തുവിൽ നിന്നും വേർപിരിയാതെ ആ കർത്താവിനോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കാരണം അത് നിങ്ങളുടെ അകത്ത് നിങ്ങൾ അറിയാതെ വന്ന ഒരു ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ്. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇന്നും നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ആരാധനകൾക്കകത്ത് നീ ഉണ്ട്, പ്രാർത്ഥനകൾക്കകത്ത് നീ ഉണ്ട്, ദൈവത്തിൻ്റെ കൺവെട്ടത്ത് നീ ഉണ്ട്, നീ ക്രിസ്തുവിലാണ്. അതിന് കാരണം ആ ദൈവ സ്നേഹം നിന്നെ പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. നിന്നെ നീ വിടണമെന്ന് ആഗ്രഹിച്ചാലും നിന്നെ കൊണ്ടത് സാധിക്കുന്നില്ല. അറിയാതെ ആരാധന സമയത്ത് വരും, അയ്യോ ഇന്ന് പോകണ്ട എന്ന് വിചാരിച്ചാലും ദൈവ സ്നേഹം നമ്മളെ വലിച്ചടിപ്പിക്കുകയാണ്. എത്ര പേർക്ക് അങ്ങനെ ഫീൽ ആയിട്ടുണ്ട്? ആ ദൈവത്തെ ഒന്ന് കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്ട് വായിച്ചോ. നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുക്കുവാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. നമ്മള് ഇതെല്ലാ കഷ്ടതയിൽ, എല്ലാ പ്രശ്നങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് ജയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ദൈവ സ്നേഹം നമ്മുടെ അകത്ത് വ്യാപരിക്കുമ്പോൾ ഇതിലൊക്കെയും പൂർണ്ണ ജയം നമ്മൾ പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ആരുടെ കൂട്ടം ആണെന്നറിയാമോ? ജയിച്ചവൻ്റെ ഒരു കൂട്ടമാണ്. എല്ലാവരും പറഞ്ഞ തോറ്റവൻ്റെ കൂട്ടത്തിലുള്ളവരല്ല ഞങ്ങൾ ജയിച്ചവൻ്റെ കൂട്ടമാണ്. നിങ്ങൾ ജനിച്ചപ്പോഴേ ജയാളിയായ ജനിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇന്നിവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാം ഓട്ടക്കളത്തിനകത്ത് ഓടി ജയിച്ചവരാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ നിങ്ങൾ ഓരോ ഓട്ടക്കളത്തിനകത്ത് ഓടി ജയിച്ചത് കൊണ്ടാണ് പുറത്ത് വന്നതെങ്കിൽ, ക്രിസ്തുവിൽ നിങ്ങൾ വീണ്ടും ജനിച്ചപ്പോൾ ആ ജനിച്ചവൻ നിന്നെ ജനിപ്പിച്ചവന്റെ രക്തത്തിനൊരു പ്രത്യേകതയുണ്ട്. അവൻ തോറ്റവനല്ല, അവൻ ക്രിസ്തുവിൽ ആ ക്രൂശിൽ കടന്ന് ജയിച്ചവൻ. 3-ാം നാളിൽ ആ ക്രൂശ് മരണത്തിൽ നിന്നും അടക്ക അനുഭവത്തിൽ നിന്നും കല്ലറകളെ ഭേദിച്ച് യുഗപുരുഷനായി യുഗങ്ങളുടെ പാറയായ ക്രിസ്തു ലോകത്തിന്റെ പാറ ഉരുട്ടി വെച്ചപ്പോൾ മരണത്തിന്റെ മണ്ണിന്റെ കല്ലറകളിൽ നിന്നും മണിയറകളിൽ നിന്നും ജയാളിയായി പുറത്തു വന്നവൻ അവനാണ് നിന്നെ നടത്തുന്നത്. ഇപ്പോൾ ഓൾറെഡി യേശുവിൻ്റെ രക്തത്താൽ സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ആ രക്തത്താൽ കഴുകപ്പെട്ട് സാൽവേഷൻ ആ ബോൺ അഗൈൻ ആയ എല്ലാവരുടെയും അകത്തൊരു ജയാളിയുണ്ട്. എന്നെ പറഞ്ഞാട്ടെ, എൻ്റെ അകത്തൊരു ജയാളിയുണ്ട്. നീ തോറ്റവനല്ല. തോക്കാൻ നിനക്ക് പറ്റത്തില്ല, തോൽക്കാൻ പറ്റത്തില്ല, നിനക്ക് തോൽക്കാൻ പറ്റത്തില്ല. അടുത്തൊരു കാര്യം പറയാം, നിനക്ക് തോൽവിയില്ല. കാരണം പരാജയം എന്ന് പറയുന്നത് നമ്മുടെ അപ്പൻ്റെ ലിസ്റ്റിലില്ല. പരാജയം നമ്മുടെ അപ്പൻ്റെ ലിസ്റ്റിലില്ല. തോൽവി നമ്മുടെ അപ്പൻ്റെ ലിസ്റ്റിലില്ല. പരാജയം നമ്മുടെ അപ്പൻ്റെ ലിസ്റ്റിലില്ല. നമ്മുടെ അപ്പൻ്റെ ലിസ്റ്റിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, ജയം മാത്രം. ജയം 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 ജയം. ജയിച്ചവരുടെ കൂട്ടമാണ് ക്രിസ്ത്യാനികൾ. ജയിച്ചവരുടെ കൂട്ടമാണ് ഇതിനകത്തിരിക്കുന്നവർ. നീ പറയരുത് ഞാൻ പരാജയപ്പെടുമെന്ന് നീ പറയരുത്. കാരണം പരാജയപ്പെടാൻ നിനക്ക് പറ്റത്തില്ല. നീ ജയിച്ചവന്റെ കൂട്ടമാണ്. നിന്റെ അകത്ത് ജയിച്ചവനിരിക്കുക. നിന്റെ അകത്ത് ജയിച്ചവനിരിക്കുക. പറഞ്ഞ ജയിച്ചവനിരിക്കുക. പറ. ഞാൻ എന്താ ഈ പറയിപ്പിക്കുക? നിങ്ങളെ മുഷിയരുത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് പറയണം.
ഇത് പറയണം, കാരണം നമ്മുടെ അകത്ത് ഈ സാധനം ഇല്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്. കാരണം നമ്മുടെ അകത്ത് പലപ്പോഴും ഈ പരാജയത്തിന് മാത്രം വിഷശക്തി കിടക്കുകയാണ്. പിശാച് നമ്മുടെ അകത്ത് വിത്തിട്ടിരിക്കുന്ന പരാജയത്തിൻ്റെ വിത്താണ്. പക്ഷേ റിയലായിട്ട് നോക്കിയാൽ നീ രക്ഷിക്കപ്പെട്ടപ്പോൾ നിൻ്റെ അകത്ത് മറ്റൊരു വിത്ത് വന്നു. അത് ജയത്തിൻ്റെ വിത്താണ്. അതിന് പരാജയപ്പെടാനും മരിക്കാനും അറിയത്തില്ല. അത് മരണത്തെ ജയിച്ച ഒരു വിത്ത്. ആ കെട്ടുപോകാത്ത മരിച്ചു പോകാത്ത വിത്തിനാൽ നീ ജയിച്ചവനായി പുറത്തു വന്നു. നീ ജയാളിയാണ്, നീ ജയാളിയാണ്, നീ ജയിച്ചവനാണ്, നീ ജയാളിയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം. അപ്പൊ ജയിച്ചവനുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ നമ്മൾ ഇത്രയും പറഞ്ഞ് നമ്മൾ ഒരു പോയിന്റിൽ വന്നത് ജയാളിയാണ്. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 11 മുതൽ വായിച്ചാട്ടെ. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയഥേര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്ന 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാദാനം എൻ്റെ പുറകെ കേട്ടു. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നീലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച് കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 7 സഭകൾ പറഞ്ഞാട്ടെ, 7 സഭ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 7 സഭകൾക്കൊരു ദൂത് പറയാൻ വേണ്ടി നമ്മുടെ കർത്താവ് പത്മോസിനകത്ത് ഇറങ്ങി വന്നിരിക്കുക. പത്മോസിനകത്ത് ഇറങ്ങി വരാൻ കാരണം പത്മോസിനകത്ത് യോഹന്നാൻ എന്ന ക്രിസ്തുവിൻ്റെ മാറോട് ചേർന്നിരുന്നവൻ അവിടെ കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു ദൂത് നിന്നോട് പറയട്ടെ, നീ ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നടക്കുന്നവനാണെങ്കിൽ നിന്നെ കൊണ്ടൊന്ന് ഏത് പത്മോസിനകത്ത് നീ ഒറ്റപ്പെട്ട് ഏകനായി എവിടെ കിടന്നാലും നിന്നെ കാണാൻ വേണ്ടി മാത്രം ദൈവം അവിടെ ഇറങ്ങി വരും. ഒരു ജാതികൾ കിടന്നാലും ഇവിടെ വരത്തില്ല. പക്ഷേ ക്രിസ്തുവിന്റെ മാറോട് ചേർന്നിരിക്കുന്ന ഒരു അനുഭവം ഈ ദൈവസഭയ്ക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. പറഞ്ഞിട്ട് ചേർന്ന് നടന്നാൽ ആ കർത്താവിന്റെ ഹൃദയ സ്പന്ദനം കേൾക്കുന്നവനാണ് നീയെങ്കിൽ നീ വ്യത്യസ്തനാണ്. നിന്നെ ലോകത്തൊരു ശക്തിക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം നീ എവിടെ പോയാലും നിന്നെ മണത്ത് വരും ദൈവം. നീ എവിടെ പോയാലും നിന്റെ പുറകിൽ ദൈവം വരും. കാരണം നീ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനായതുകൊണ്ട് ഒരു പത്മോസിനും ഒരു വലിയ തീ കടലിനും നിന്നെ ഒതുക്കി വെക്കാൻ പറ്റത്തില്ല. ഒരു പാമ്പും നിന്നെ തൊടത്തില്ല. ഒരു തലയോട്ടികളും നിന്നെ തൊടത്തില്ല. ഒരു കഴുകനും നിന്നെ തൊടത്തില്ല. ഒരു റാഞ്ചൽ പക്ഷിയും നിന്നെ തൊടത്തില്ല. ഒരു ദുഷ്ടനും നിന്നെ തൊടത്തില്ല. ഇന്ന് പകല് മരണത്തിന്റെ താഴ്വരകൾക്കകത്ത് നീ കടന്നാലും നീ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനാണെങ്കിൽ നിന്നെ കണ്ടൊരു ദൂത് പറയാൻ, നിന്നെ കൊണ്ട് ചില മെസ്സേജുകൾ കൈമാറ്റം ചെയ്യാൻ ദൈവം അവിടെ ഇറങ്ങി വരും. നിന്റെ ജീവിതത്തിന്റെ വഴിത്താരകളിൽ എവിടെയെങ്കിലും നീ ഒറ്റപ്പെട്ട അനുഭവമുണ്ടോ, ഏകാന്ത അനുഭവമുണ്ടോ, ഏകനായി പോയ അനുഭവമുണ്ടോ, ഇതാ ഇപ്പോൾ മരിക്കുമെന്നുള്ള അവസ്ഥ നിന്റെ ലൈഫിൽ വന്നിട്ടുണ്ടോ? എന്നാൽ അവിടെയൊക്കെ ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നടക്കവന് മാത്രം ഒരു പ്രത്യേകമായ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. അവിടെ നിന്നോട് സംസാരിക്കാൻ ദൈവം ഇറങ്ങി വരും. ഹല്ലേലൂയ. അതാണ് പറയുന്നത്. നല്ല ആരോഗ്യത്തോടെ ഇരിക്കുമ്പം, നല്ല ആയുസ്സോടെ ഇരിക്കുമ്പം, നല്ലതായിട്ടിരിക്കുമ്പം നീ ആ ലോകത്തോടല്ല ചേർന്ന് നടക്കണം. നീ ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നടക്കാൻ നിൻ്റെ നല്ല സമയം മുഴുവനും നീ ഒരു മീറ്റിംഗ് വെച്ചാൽ, ആരാധന വെച്ചാൽ, നീ ദൈവസാന്നിധ്യത്തിനകത്ത് വന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കാൻ നീ ഒരു മടി കാണിക്കരുത്. കാരണം അങ്ങനെ നീ മടി കാണിക്കാതിരുന്നാൽ നീ ഐശ്വര്യക്കകത്ത് കിടക്കുമ്പോൾ നിൻ്റെ അടുത്ത് ഇറങ്ങി വരാൻ ദൈവം മടി കാണിക്കത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ ലൈഫിൽ എല്ലാവരും കൈവിട്ട് മാറി ആർക്കും നിന്നെ സഹായിക്കാൻ പറ്റാത്തൊരു ചാൻസ് ഒരു ജീവിതത്തിൽ ഉണ്ടാകാം. അന്ന് നിന്റെ അടുക്കൽ മടി കൂടാതെ ദൈവം ഇറങ്ങി വരണമെങ്കിൽ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഈ ഞായറാഴ്ച ഇവിടെ വന്നിരിക്കുന്നില്ല, ഇൻവെസ്റ്റ്മെന്റാ. അറിയത്തില്ല വില. കൊറോണ സമയത്ത് പലരും അറിഞ്ഞതാ. ഞാനൊരു വീട്ടിൽ പോയി എല്ലാ പ്രാവശ്യവും പോയിട്ട് ഒരു അമ്മച്ചിയുടെ പറയും,
അമ്മച്ചി രക്ഷിക്കപ്പെടും, മാനസാന്തരപ്പെടും, സ്നാനപ്പെടും. അപ്പോൾ അവർ പറഞ്ഞു ബിസിനസ് സമയം, ഭയങ്കര ബിസിനസ്സാണ്, എനിക്ക് സമയമില്ല. രാവിലെ വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് എഴുന്നേറ്റ രാത്രി 1 മണിക്കാണ് ഭാഷ കിടക്കുന്നത്. പക്ഷേ ഏറ്റവും ലാസ്റ്റ് ഞാൻ കണ്ടപ്പോൾ, കൊറോണ സമയത്ത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മച്ചി ഇപ്പോഴാണ് സമയം, ഇതാ കൊറോണ സമയം, ബിസിനസ് ഇല്ല. ഇനിയെങ്കിലും കർത്താവിൻ്റെ അടുക്കൽ വന്നവിടെ ഒരു കള്ളച്ചിരി ചിരിച്ചു. പിന്നെ ഇന്ന് വരെ ചിരിക്കാൻ പറ്റിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ആ ചിരി തന്നെ പിറ്റേന്നായപ്പോൾ കൊറോണയാണെന്ന് മനസ്സിലായി. പിന്നെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി, ICUക്കകത്തായി, പിന്നെ കാണാൻ പറ്റിയില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, നിൻ്റെ ലൈഫിൽ നല്ല ചാൻസുകൾ ദൈവം തരും. നിൻ്റെ ലൈഫിലെ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റികൾ, നല്ല ടൈമുകൾ ഇതാണ്. നീ ഇവിടെ ഇത് നന്നായിട്ട് യൂസ് ചെയ്യണം, നന്നായിട്ട് നീ യൂസ് ചെയ്യണം. ഒരു കൊറോണ വന്നപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഇനിയും ഇതിനപ്പുറമുള്ള വരാൻ വഴിയുണ്ടെന്ന്. നമ്മുടെ ബുദ്ധിയിലോ നമ്മുടെ ചിന്തകളിലോ ഇല്ലാത്തതാണ് പലപ്പോഴും വരുന്നത്. ഇനിയുള്ള കാലഘട്ടങ്ങൾ ഇതിനപ്പുറമുള്ളത് പലതും സംഭവിക്കാം. ഇന്നുള്ള സംഘടനകളോ സഭകളോ ആരാധനകളോ ഒന്നും കാണത്തില്ല, ഒരു ഭാഷ വിളിച്ചാൽ കാണത്തില്ല, ആരും കിട്ടത്തില്ല. പക്ഷേ ഇന്ന് നിനക്ക് ദൈവം തരുന്ന നല്ല ചാൻസാണ്. ഫാസ്റ്റിംഗ് പ്രയറുകൾ, പ്രാർത്ഥനകൾ, ആരാധനകൾ, സൺഡേ വർഷിപ്പുകൾ, ഫ്രൈഡേ മീറ്റിങ്ങുകൾ, നൈറ്റ് പ്രയറുകൾ. പക്ഷേ നീ വീട്ടിൽ കിടന്ന് നല്ല രീതിയിൽ, നല്ല മഴയും കൂടെ ഉള്ളതുകൊണ്ട് കിടന്ന് ഉറങ്ങണം. ഞാൻ പറയും, നിങ്ങൾ കിടന്ന് ഉറങ്ങണം, വരരുത്, ഒരിക്കലും നിങ്ങൾ വരരുത്, കിടന്നുറങ്ങണം. ഇവിടെ വരുന്നതിന് പകരം വേറെ പല ഇടങ്ങളിലും വീടുകളിലും ഇവിടെയൊക്കെ ചെന്നിരുന്ന് നുണയും പറഞ്ഞിരുന്നു. നോ പ്രോബ്ലം, വെരി ഗുഡ്. കാരണം ഈ ചാൻസ് നീ കളയരുത്. നീ പോണം, വരാതിരിക്കണം. ചർച്ചിൽ വരരുത്, ആരാധന വെച്ചാൽ വരരുത്, ഫാസ്റ്റിംഗ് പ്രയറിന് വരരുത്, വെള്ളിയാഴ്ച നൈറ്റ് പ്രയറിന് വരേ ചെയ്യരുത്, വീട്ടിൽ കിടന്നുറങ്ങണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് കിട്ടുന്ന ഈ നല്ല ചാൻസിനെ കളയുന്നവരെ ഓർത്ത് ഞാൻ ചിരിക്കുകയാണ്. കാരണം നിന്റെ വല്ലാത്ത സമയത്ത് ദൈവം പറയും, വലിയ മടിയായി ഇറങ്ങി വരാൻ. ഒരു 28 ദിവസം കഴിഞ്ഞിട്ട് പറയാമെന്ന്, 20 ദിവസം കഴിഞ്ഞ് പറയാം എന്ന് ഡോക്ടർ പറയാൻ കാരണം എന്താണെന്നറിയാമോ? നീ ലേറ്റായത് ഇന്ന് എഴുതി വെച്ചോ. നീ കളഞ്ഞു കുളിച്ച ദിവസങ്ങൾ, നിമിഷങ്ങൾ, ആരാധനകളെ ഇന്ന് പകൽ നീ എഴുതി വെച്ചോ. ഇന്ന് പകൽ ഞാൻ പറയുകയാണ്, ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ വില നീ തിരിച്ചറിയുന്ന ദിവസങ്ങളുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കളെ, നമുക്ക് ദൈവം തരുന്ന നല്ല സമയങ്ങളെ നന്നായിട്ട് അങ്ങ് വിനിയോഗിക്കണം, വന്നങ്ങ് ഇരിക്കണം. രാത്രി പകൽ ഞങ്ങളൊക്കെ ഒരു സമയത്ത്, ആദ്യകാലങ്ങൾ നിങ്ങളെപ്പോലെയൊന്നും അല്ല ഞങ്ങൾ. നിങ്ങളിൽ 99 പോലെയല്ല. ഞങ്ങളൊക്കെ ഒരു 94 യേശുവിനെ അറിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ഒരു ഓട്ടം ഉണ്ടായിരുന്നു, രാത്രിയും പകലും ഇല്ലാതെ ഓട്ടം. ആരാധന, പ്രാർത്ഥന, ആരാധന എവിടെ ഉണ്ടെങ്കിലും വണ്ടി പിടിച്ച് പണം ചിലവാക്കി എവിടെയെല്ലാം പോയി കർത്താവിൻ്റെ മഹത്വം കാണാൻ, ദൈവസാന്നിധ്യത്തിനകത്ത് ഇരിക്കാൻ. ഫാസ്റ്റിംഗ് പ്രയറുകൾക്കകത്ത് വിശന്ന് തളർന്നാലും അഭിഷേകം ഇല്ലാത്തപ്പോഴും ഫാസ്റ്റിംഗ്, പ്രാർത്ഥന, ആരാധന, ഏതൊക്കെ കൂട്ടായ്മ, എവിടെയൊക്കെ പുത്തരിക്കണ്ട മൈതാനത്ത് ഫാസ്റ്റിംഗ് പ്രയറുകൾ, എവിടെയെല്ലാം ഓടി. എന്തിനാ? കൊതിയായിരുന്നു. ദൈവ സാന്നിധ്യത്തിന് ഒരു കൊതി, ദൈവവചനം കേൾക്കാൻ ഒരു കൊതി, ഒരു ദൂത് കേൾക്കാൻ ഒരു കൊതി, ഒരു കൈവപ്പ് കെട്ടാൻ ഒരു കൊതി. ആത്മാവിൽ ദരിദ്രനായവൻ ഭാഗ്യവാൻ. ഇന്ന് നിന്റെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് പറയാൻ സാധിക്കും, ഒരു ടൈമിൽ സ്പെൻഡ് ചെയ്ത സമയമാണ്. ആ ഒരു സമയത്ത് ഓടി ആഗ്രഹിച്ച് മോഹിച്ച് പ്രാർത്ഥിച്ച് വായിച്ച് ദൈവസന്നിധിയിൽ ഇരുന്ന് ദൂതുകൾ കേട്ട് കൈവപ്പ് കിട്ടി. അവസാനം ദൈവത്തിന് ഒരു നിവൃത്തിയില്ലാതെ ശുശ്രൂഷകനാക്കി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം പറഞ്ഞു, ഇങ്ങനെ നീ ഓടി നടന്ന് ഇനിയിപ്പോൾ എൻ്റെ വചനം നീ പ്രസംഗിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. നിനക്ക് കിട്ടുന്ന ചാൻസ് നീ വെറുതെ കളയരുത്. ഒരു ഞായറാഴ്ച ക്രിസ്ത്യാനിയായി നിന്റെ ലൈഫ് നീ ഒതുങ്ങി പോകരുത്. അതിന് പകരം നീ യൗവനകാലം നന്നായിട്ട് നീ യൂസ് ചെയ്താൽ എൻ്റെ ദൈവം നിന്നെ ഇന്റർനാഷണലി ദൈവം മാനിക്കാനിടയാ. പ്രൈസ് ദി ലോർഡ്. ഞാനിപ്പോഴും ഓർക്കുന്നു, നയന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്, നമ്മുടെ നെടുമങ്ങാട്. ഷൈൻ ഇപ്പോൾ വിവാഹം കഴിക്കാൻ പോകുന്ന, എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ നയന. ആ ഫാമിലിയെ ഞാൻ അന്നും ഇന്നും നോട്ട് ചെയ്യും. കാരണം ഞങ്ങളുടെ നെടുമങ്ങാട് ചർച്ച ആരംഭിച്ച അന്ന് മുതൽ ഇന്ന് വരെ ഒറ്റ മീറ്റിംഗ് അവർ മുടക്കിയിട്ടില്ലെന്നുള്ളത്.
ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഒറ്റ മീറ്റിംഗ് 2 പെമ്പിള്ളേർ നടന്നു വരും. പരിയാരം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നടന്ന് നെടുമങ്ങാട് വരെ വരും. ആ പെമ്പിള്ളേരുടെ ഫെയ്ത്ത്, വിശ്വാസം കൊണ്ട് അപ്പനും അമ്മയും വരും. അപ്പന് വലിയ അത്രത്തോളം ഫെയ്ത്ത് ഇല്ലായിരുന്നു ആരംഭത്തിൽ. പക്ഷെ ആ പെൺകുട്ടികൾ 2 പേരും കുഞ്ഞുനാളെ ആരാധനയ്ക്ക് വരുമ്പോൾ അവളുടെ ഇളയവളോടും ചോദിക്കും, മൂത്തവളോട് നിനക്ക് എന്താവണം? മൂത്തവൾ ചാടി പറയും എനിക്ക് ഡോക്ടറാകണം. ഇളയവളോട് ചോദിക്കും, അവൾ പറയും എനിക്ക് കളക്ടറാകണം. ആ 2 പിള്ളേരും ഇന്ന് അതിൻ്റെ നടുവില്ല. വേറൊന്നുമല്ല, ആരാധനകളൊന്നും മുടക്കത്തില്ല, രാത്രി പ്രാർത്ഥനകൾ മുടക്കത്തില്ല, നൈറ്റ് പ്രയർ ഒരു മടിയില്ല. ആരും ഇല്ലെങ്കിൽ അവർ കാണും. അതിൻ്റെ ഫലം അവർ ഭൗതിക മേഖലകളിൽ ആരെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ ഒരു ഉയർച്ച സ്വർഗത്തിലെ ദൈവം അവർക്ക് കൊടുത്തെങ്കിൽ ഇന്ന് നിന്നോടുള്ള ദൂത് അതാണ്. നീ ഇന്ന് ഈ 2023 10-ാം മാസം 1-ാം തീയതി ഈ ദൈവസഭയിൽ ഇരിക്കുമ്പോൾ, ഹല്ലേലൂയ, 9-ാം മാസം കഴിഞ്ഞു പോയി. ഇതാ 10-ാം മാസത്തിനകത്ത് 1-ാം തീയതിനകത്തിരിക്കുമ്പോൾ നീ ഒരു തീരുമാനമെടുക്കണം. ദൈവത്തിനോട് ചേർന്ന് നടക്കുന്ന ഒരു അനുഭവം നിനക്കുണ്ടാകണം. ഒരു തീവ്രമായ ആഗ്രഹം, മോഹം, ദൈവത്തോട്, ദൈവസഭയോട് ഒരു സ്നേഹം നിനക്കുണ്ടാകണം. ദൈവം നിന്നെ 100% സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് സ്വന്തം പുത്രനെ തന്നത്. നീ എന്ത് കൊടുത്തു? നീ എന്ത് ദൈവത്തിന് കൊടുത്തു? നീ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുന്നു? നിന്ന് തിരിഞ്ഞു നോക്ക, ഒന്നും ചെയ്യുന്നില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് വായിക്കാം. ആ 7 സഭകളോട് പത്മോസിനകത്ത് ദൈവത്തിന്റെ കൂടെ ചേർന്ന് നടന്ന യോഹന്നാൻ ഒറ്റപ്പെട്ടപ്പോൾ സ്വർഗം തുറന്ന് ദൈവം ഇറങ്ങി വന്നിട്ട് ആ യോഹന്നാൻ പറയും, 7 സഭകൾക്ക് നീ ഒരു എഴുത്തെഴുതണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ 7 സഭയേ ഉള്ളൂ എഴുത്തെഴുതാൻ? 7 സഭയുണ്ടായിരുന്നല്ലോ. എത്രയോ ആയിരക്കണക്കിന് സഭയുണ്ട്. പക്ഷെ ഈ 7 സഭയോട് ഒരു ലെറ്റർ എഴുതാൻ പറഞ്ഞെന്താ? ആയിരക്കണക്കിന് സഭ ഉണ്ടായിരിക്കാം, പക്ഷെ എൻ്റെ ദൈവത്തിന് അത് അറിയത്തില്ല. എൻ്റെ കർത്താവ് പറയും, എനിക്ക് നിന്നെ അറിയത്തില്ല, ഞാൻ നിന്നെ അറിയുന്നില്ല. ഒരുപാട് സഭകൾ ബോർഡും വെച്ച് കാണും. അവർ ആരാധനകളും പ്രാർത്ഥനകളും ഉത്സവങ്ങളുമായി നടക്കുക. പക്ഷെ അവിടെയൊന്നും ദൈവമുണ്ടാകണമെന്നില്ല. എന്നാൽ ദൈവമുള്ള സഭയാണ് നിന്റെതെങ്കിൽ ആ സഭയോട് ദൈവത്തിന് ചിലത് പറയാനുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ 7 സഭകളെ നോക്കി മാത്രം ദൈവം ഒരു ദൂത് പറയുകയാണ്. ഒരുപാട് സഭയുണ്ട്, പക്ഷേ അതൊക്കെ ചത്തുപോയ സഭകളാ. എന്നാൽ ചാവാറായിരിക്കുന്നു. എന്നാലും ദൈവത്തിനൊരു കരുണ തോന്നി, കുറച്ചൊക്കെ നന്മ അതിനകത്തുള്ളത് കൊണ്ട് ആ സഭകളോട് ദൈവം ഒരു ദൂത് പറയുകയാണ്. പ്രൈസ്. 2-ാമത്തെ അധ്യായം വായിക്കേ. എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവയും നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാർ അല്ലാതിരിക്കുകയെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ചു കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമം നിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാത്തതും ഞാൻ അറിയുന്നു. ഓ, മനസ്സിലായോ? എങ്കിലും നിന്റെ നാമം നിമിത്തം ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ? അവർക്ക് ഒരു ജീവകിരീടം. ഇത് ഓരോ സഭയ്ക്കും അവസാനം പറയുന്നുണ്ട്, നീ ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട് നിനക്ക് ഓരോ കിരീടങ്ങൾ തരും. 7 സഭയ്ക്ക് ഓരോ കിരീടങ്ങൾ വെച്ചിട്ടുണ്ട് ദൈവം. അതിന് കാരണം ഓരോ സഭയും ചില കുറവുകളൊക്കെ അതിനകത്തുണ്ടെങ്കിലും അതിൽ പറയുന്നുണ്ട്, എങ്കിലും ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാലും അതിൽ വായിച്ചിട്ട് അതിലെ പിന്നെ എഫെസോസ് സഭയിലെ റെവലേഷൻ 2:7 വായിച്ചാട്ടെ. അത് ഞാനും പകയ്ക്കുന്നു, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പറുദീസയിൽ ഉള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നുവാൻ കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ജയിക്കുന്നവൻ, എല്ലാവരും പറഞ്ഞു ജയിക്കുന്നവന്. നിന്റെ ജീവിതം എന്ന് പറയുന്നത് ഓട്ടക്കളത്തിനകത്ത് ഓടി ബിരുദ പ്രാപിക്കാനാണ്, പരാജയപ്പെട്ട് ക്ഷയിച്ചു പോകാനുള്ളതല്ല. ഇവിടെ പറയുകയാണ്, എഫെസോസ് സഭയോട് ദൈവം പറയുന്നു, നീ എൻ്റെ നാമം നിമിത്തം അനുഭവിച്ച കഷ്ടത ഞാൻ അറിയുന്നു. കേട്ടോ, നീ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അപമാനങ്ങളും നിന്ദകളും പരിഹാസങ്ങളുമാണെങ്കിൽ നീ മാത്രമല്ല അറിയുന്നത്, സ്വർഗം അത് കാണുന്നുണ്ട്. നീ അനുഭവിക്കുന്ന അപമാനം ദൈവം കാണുന്നുണ്ട്. നീ അനുഭവിക്കുന്ന ക്ഷീണങ്ങൾ ദൈവം അറിയുന്നുണ്ട്.
നീ അനുഭവിക്കുന്ന അപമാനം ദൈവം അറിയുന്നുണ്ട്. നിന്റെ കഷ്ടത ദൈവം അറിയുന്നുണ്ട്. നിന്റെ പ്രവൃത്തി ദൈവം കാണുന്നുണ്ട്. നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞ അനുഭവം ദൈവം അറിയുന്നുണ്ട്. എന്നാൽ ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, നീ ഇതെല്ലാം സഹിച്ച് തീഷ്ണതയോടെ ആദ്യ സ്നേഹത്തിലേക്ക് കയറി വന്നാൽ ജയിക്കുന്നവന് ഞാൻ പറുദീസ കൊടുക്കും, അതിനകത്തുള്ള ഫലം തിന്നാൻ കൊടുക്കുമെന്നാണ് ദൈവത്തിന്റെ ആത്മാവ് അരുളി ചെയ്യുന്നതെങ്കിൽ ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്നത് നിന്നോട് പറയുകയാണ്, ഇന്നത്തെ കഷ്ടം നീ ഓർക്കണ്ട, ഇന്നത്തെ പ്രതികൂലം നീ ഓർക്കണ്ട, ഇന്നത്തെ പട്ടിണി നീ ഓർക്കണ്ട, ഇന്നത്തെ വണ്ടിക്കൂലിക്ക് പൈസ ഇല്ലാത്ത അനുഭവം നീ ഓർക്കണ്ട, ഇന്നത്തെ ദാരിദ്ര്യം നീ വിട്ടുകള, ഇന്നത്തെ രോഗം നീ വിട്ടുകള, ഇന്നത്തെ ശാരീരികമായ പ്രശ്നങ്ങൾ വിട്ടുകള. കാരണം ഇതെല്ലാം അറിയുന്നവൻ, കാണുന്നവൻ, നിന്റെ പ്രവൃത്തി കാണുന്നവൻ നിനക്ക് വേണ്ടി ഒരു പറുദീസ ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. അത് വേണോ? പറുദീസ വേണ്ടേ? ആദ്യത്തെ സഭയോട് പറയാം, നിനക്ക് വേണ്ടി ഒരു പറുദീസ, പറുദീസയ്ക്കകത്ത് ഒരു ജീവവൃക്ഷം, അതിനകത്തൊരു ഫലം. അതാണ് എഫെസോസ് സഭയ്ക്ക് ദൈവം കൊടുക്കുന്ന വലിയൊരു കിരീടം. ഹല്ലേലൂയ, സമ്മാനം. ഹല്ലേലൂയ. ആദ്യ സ്നേഹം പറഞ്ഞിട്ട് ആദ്യ സ്നേഹത്തിൽ മടങ്ങി വരാൻ പറ. ഓരോരുത്തർ നിങ്ങളോടുള്ള ദൂത, നമ്മളെല്ലാവരോടുള്ള ദൂതാണ് ഇവിടെ പറയുന്നത്. ഓരോ സഭയും ഓരോ തരത്തിലുള്ളതാണ്. ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരണം. എഫെസോസ് സഭയെ ആദ്യ സ്നേഹത്തിനകത്തോട്ട് നീ കയറുക. നീ യേശുവിനെ അറിഞ്ഞപ്പോൾ, രക്ഷിക്കപ്പെട്ടപ്പോൾ, സ്നാനപ്പെട്ടപ്പോൾ ആദ്യം നിന്നോട് സുവിശേഷം പറഞ്ഞ ഉപദേശി നിനക്ക് സുവിശേഷമൊക്കെ പറഞ്ഞ് നീ ആദ്യമായി ആ രക്ഷയുടെ അനുഭവത്തിൽ വന്നപ്പോൾ നിന്റെ അകത്ത് വന്നൊരു സന്തോഷമുണ്ടല്ലോ. നിനക്ക് ബൈബിൾ എടുക്കാനും പ്രാർത്ഥിക്കാനും ആരാധിക്കാനും എപ്പോഴും ആലയത്തിൽ പോയി ഇരിക്കാനും, എത്ര ആലയത്തിലെ മീറ്റിംഗ് കഴിഞ്ഞാലും ആ ആലയം വിട്ടുപോകാതെ അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആ ദൈവ സ്നേഹം, വിശ്വാസികളെ കാണുമ്പോൾ ഒരു സ്വന്തം സഹോദരങ്ങളെ പോലെയുള്ള സ്നേഹം, ആ ഒരു ദൈവസ്നേഹത്തിലേക്ക്, ആ കൂട്ടായ്മയിലേക്ക്, യേശുവിനെ സ്നേഹിക്കുന്നത് പോലെ കൂട്ട സഹോദരങ്ങളെ സ്നേഹിക്കാൻ പറ്റുന്ന ആ സ്നേഹത്തിലോട്ട് ഇന്ന് പകൽ നീ മടങ്ങി വരികയാണെങ്കിൽ എന്റെ ദൈവം പറയുകയാണ്, ആ പറുദീസയ്ക്കകത്ത് നീ കയറി അതിനകത്തൊരു ഫലം കഴിപ്പാൻ തക്കവണ്ണം എന്റെ ദൈവം നിന്നെ കൃപയാൽ സഹായിക്കാൻ പോകും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പറഞ്ഞിട്ട് ആദ്യ സ്നേഹത്തിൽ മടങ്ങി വരണം. ആദ്യത്തെ സ്തോത്രം ഇപ്പോഴുണ്ടോ? ആദ്യത്തെ കയ്യടി ഇപ്പോഴുണ്ടോ? ആദ്യത്തെ ഒരു ചാട്ടം ഇപ്പോഴുണ്ടോ? ആദ്യത്തെ ഹല്ലേലൂയ ഇപ്പോഴുണ്ടോ? പ്രൈസ് ദി ലോർഡ്. രോഗസൗഖ്യമൊക്കെ വന്നപ്പോൾ ഉള്ള ആ ഹല്ലേലൂയയും വിളിയും സന്തോഷമൊക്കെ ഉദയം പറയാൻ ഇപ്പോഴുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഒരു വിളിക്ക് ഇവിടെ കിടുങ്ങുമായിരുന്നല്ലോ, പക്ഷെ ഇപ്പൊ കാണാനല്ലോ. ഹല്ലേലൂയ. എല്ലാ മനുഷ്യനും ആദ്യ സ്നേഹങ്ങൾ തണുത്തു പോയിരിക്കുമ്പോൾ ആത്മാവ് ഇന്ന് പറയുന്ന ദൂത് 10-ാം മാസം 1-ാം തീയതി ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് ദൂത് പറയുകയാണ്. ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് ഇനി 3 മാസം കൂടെ മുമ്പിലുണ്ട്. ആദ്യ സ്നേഹത്തിലേക്കും നീ മടങ്ങി കയറിക്കോ. ആദ്യ സ്നേഹത്തിലേക്ക് നീ മടങ്ങി കയറിക്കോ. കർത്താവ് പറയുകയാണ്, ആദ്യ സ്നേഹത്തിലോട്ട്, ആദ്യത്തെ ആരാധനയിലോട്ട്, ആദ്യത്തെ ഹൃദയത്തിലെ തീഷ്ണതയിലോട്ട് നീ ഓടി കയറിക്കോ. 70-80 വയസ്സ് കഴിയുമ്പോൾ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ ഒരു ദിവസം അങ്ങ് പോകും. പോവില്ലെന്നെങ്ങാനും കരുതുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഞാൻ പോകത്തില്ല, ഞാനിവിടെ പറ്റിപ്പിടിച്ചിരിക്കുമെന്നങ്ങനെ പറയുന്നവരാണ്. നമ്മളെല്ലാവരും ഒരു വിളി വരും. ആ വിളി വരുമ്പോൾ പതുക്കെ അങ്ങ് പോകും. നമ്മുടെ ഈ ഉണക്ക ശരീരം വിട്ടിട്ട് നമ്മളങ്ങ് പോകും. ബോൺവിറ്റയും ഹോർലിക്സും ഡ്രൈ ഫ്രൂട്ട്സും കഴിച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെല്ലാം വിട്ട് നമ്മൾ പതുക്കെ അങ്ങ് പോകും. അവിടെ പറുദീസ വേണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് ആദ്യത്തെ സഭയ്ക്കുള്ള ദൂത്. നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു. രണ്ടാമത്തെ സഭയോടുള്ള ദൂത് പറ. പ്രൈസ് ദി ലോർഡ്. സ്മുർന്നയിലെ സഭയുടെ ദൂതൻ എഴുതുക, മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും. മരിച്ചവനായിരുന്നു, അതായത് ആരാധിക്കാനെന്നും പറഞ്ഞ ആരാധിക്കുക, കൈയും കെട്ടി വായും തുറന്ന് വന്നിരിക്കും. മരിച്ചതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനമൊന്നും കേട്ടാലൊന്നും എറിക്കത്തില്ല, കാരണം ഹൃദയമൊക്കെ കഠിനമായി പോയി. ഒട്ടകപ്പക്ഷിയുടെ മുട്ട പോലെയായി ഇപ്പോൾ കഠിനമായ ഹൃദയം. അതരങ്ങളെല്ലാം ഒട്ടകപ്പക്ഷിയെ പോലെയായി. കൈയും കാലും എല്ലാം ഓടാൻ വയ്യ. ഇപ്പം
പക്ഷി എന്നാണ് പേര്. പക്ഷെ ഓട്ടം, പറക്കലും ഇല്ല, ഓട്ടവും ഇല്ല. ഹൃദയം കഠിനം. പിന്നെ ആരോ പറഞ്ഞിട്ട് നിർബന്ധിച്ചുകൊണ്ടൊന്ന് ഇരുത്തിയിരിക്കുന്നു. അവൻ മരിച്ചവൻ. വായിച്ചോ? മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യം പിടിച്ച് കിടക്കുകയാണ്, കഷ്ടതയും പിടിച്ച് കിടക്കുക, എല്ലാം ഞാൻ അറിയുന്നു. നീ ധനവാനാകുന്നു താനും. എന്നാലും ദാരിദ്ര്യവും ദുഃഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാരുണ്ട്, ഇല്ല എന്നേ പറയൂ. 5 പൈസ സ്വോത്രക്കാഴ്ചയുടെ ദശാംശം കൊടുക്കലോ ഒന്നുമില്ല. എന്നുവെച്ചാൽ ദാരിദ്ര്യവാസിയാണ്, ദൈവസന്നിധിയിൽ കാണുക. എന്നാൽ ധനവാനാണ് അവൻ, അവൻ്റെ കയ്യിലെല്ലാം ഉണ്ട്. പക്ഷേ സ്വഭാവം കൊണ്ടും പെരുമാറ്റവും ദൈവസഭയ്ക്കകത്ത് ദാരിദ്ര്യവാസിയായിട്ട് അഭിനയിച്ചിരിക്കുക. തങ്ങൾ യഹൂദരെന്ന് പറയുന്നെങ്കിലും അവൻ പറയും ക്രിസ്ത്യാനിയാണ്. ഞാൻ പാരമ്പര്യം, ഭയങ്കര പാരമ്പര്യം, എൻ്റെ അപ്പൂപ്പനാണ് മറ്റേ പള്ളി വെച്ചത്. പ്രൈസ് ദി ലോർഡ്. പാരമ്പര്യമൊക്കെ അങ്ങ് പൊക്കി പറഞ്ഞ്, എൻ്റെ വീടിൻ്റെ അഡ്രസ്സ് പറഞ്ഞ്, വീട്ടുപേരൊക്കെ പറഞ്ഞ്, പകലവും മറ്റം വീട്, മുളയറ വീട്, മറ്റേ വീട്, ആ വീട്, എൻ്റെ അപ്പൂപ്പൻ, എൻ്റെ 5 ആനയുണ്ടായിരുന്നു, ഞങ്ങളാണ് ഈ പള്ളിക്ക് സ്ഥലം കൊടുത്തത്, പോലീസ് സ്റ്റേഷൻ വയ്ക്കാൻ സ്ഥലം കൊടുത്തത് ഞങ്ങളാണ്, ഞങ്ങൾ പാരമ്പര്യ ക്രിസ്ത്യാനിയാണ്. എന്നാൽ ദൈവം പറയേണ്ട അവൻ ക്രിസ്ത്യാനിയൊന്നും അല്ല, യഹൂദനും അല്ല. വായിച്ചോ? അറിയുന്നെങ്കിലും യഹൂദരല്ല, സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. അവൻ സാത്താനുമായിട്ട് അണ്ടർലൈനിലും കണക്ഷനുള്ളവനാ. ദൂഷണം പറയുന്നവനെ കുറിച്ച്, ദൂഷണം പള്ളിക്കകത്ത് വന്നിരിക്കുകയാണ് അവൻ. ഇവൻ പറയുന്നതൊക്കെ ഇങ്ങനെയാണ്, ഞാൻ വലിയ സംഭവമാണ്, ഞാൻ പണക്കാരനാണ്, പക്ഷെ 5 പൈസ കൊടുക്കത്തില്ല ദൈവസഭയ്ക്ക്. എന്നാലും ഹല്ലേലൂയ. എന്നിട്ട് പിശാചിന്റെ പള്ളിക്കാരുമായി കണക്ട് ചെയ്ത് സഭയ്ക്കകത്തിരുന്ന ദൂഷണം. വായിച്ചോ? നീ സഹിക്കുവാനുള്ളത് പേടിക്കണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. അയ്യോ, പിശാച് ഇങ്ങനെയുള്ളവനെയൊക്കെ തടവിലാക്കുമെന്ന് പറയുന്നത്. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. ആവശ്യമില്ലാതെ ഉപദ്രവം നേരിടാനാണ് ഈ പുള്ളി ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 10 ദിവസം നീ തടവിലായി, പിശാച് നിന്നെ അറ്റാക്ക് ചെയ്യുക. എന്തിനാവശ്യമില്ലാതെ അറ്റാക്ക് പിശാചിന് വേണ്ടി സാഹചര്യം നീ കൊടുക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വായിച്ചോ? മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം. ദൈവം പറയാണ്, നീ മരണപര്യന്തം വിശ്വസ്തനായിരുന്നാൽ നീ ജീവകിരീടം നിനക്ക് തരാം. ദൈവത്തിൻ്റെ കരുണയാണിത്. നീ എല്ലാ പരിപാടിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈവം അറിയുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ദൈവം നിനക്ക് ചാൻസ് തരികയാണ്. നീ മരണപര്യന്തം വിശ്വസ്തനാകാൻ തയ്യാറാണെങ്കിൽ എൻ്റെ ദൈവം നിനക്ക് ജീവകിരീടം തരും. കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താമോ? യെസ്. മരണപര്യന്തം നീ വിശ്വസ്തനാകാൻ ഇന്നിവിടെ വെച്ച് ഈ 10-ാം മാസം ഒരു തീരുമാനം നീ എടുത്താൽ, പിശാച് നിനക്ക് വേണ്ടി വച്ചിരിക്കുന്ന പരീക്ഷണങ്ങളിലും ബന്ധനങ്ങളിലും കാരാഗൃഹത്തിലും നീ പോകാതെ നിനക്ക് ജീവകിരീടം വെളിപ്പെട്ട് വരും. പ്രൈസ് ദി ലോർഡ്. 2ാമത്തെ കിരീടം. ആദ്യത്തെ കിരീടം എന്താണ്? ആദ്യത്തെ ബ്ലെസ്സിങ് എന്താണ്? പരദീസയ്ക്കകത്ത് ജീവവൃക്ഷത്തിനകത്ത് നിന്ന് നല്ല ഫലം തിന്നാൻ തരും. 2ാമത്തെ സഭയോട് പറയാണ്, ജീവകിരീടം ഞാൻ നിനക്ക് തരും. അടുത്ത് വായിച്ചോ? ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ചെവി ഉണ്ടാന്ന് തപ്പി നോക്ക. അടുത്തിരിക്കുന്നവരോട് ചെവി ഒന്ന് തൊട്ട് നോക്ക, ഉണ്ടെന്ന് നോക്കട്ടെ ചെവി. പ്രൈസ് ദി ലോർഡ്. പഞ്ഞിയൊന്നും വെച്ചിട്ടില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വായിച്ചോ? ജയിക്കുന്നവന് 2ാം മരണത്തിൽ ദോഷം വരികയില്ല. ജയിക്കുന്നവന് 2ാം മരണത്തിനകത്ത് ദോഷം, അതായത് ഇനി ഒരു മരണം നമുക്കുണ്ട്. ആ മരണത്തിൽ നിനക്ക് ദോഷമില്ലാതിരിക്കേണ്ടതിന് നീ മരണപര്യന്തം വിശ്വസ്തനായി ദൈവസന്നിധിയിൽ ഇരിക്കണമെന്നാണ് വചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അടുത്ത പിന്നെ പെർഗമോസ് 3ാമത്തെ സഭയോട് 2:17 ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും, ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്ന. 3ാമത്തെ സഭയോട് പറയാണ്, ജയിക്കുന്നവൻ എന്തേലും മന്ന കൊടുക്കുമെന്ന്. പണ്ട് ഇസ്രായേൽ ജനം മരുഭൂമിയിലായിരുന്നപ്പോൾ വീണ മന്ന കൊടുക്കും. പിന്നെന്ത് ചെയ്യും? വെള്ളക്കല്ല് തരും. വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേര് കൊടുക്കും. ലോകത്ത് ആർക്കും അറിഞ്ഞുകൂടാത്തൊരു പുതിയ പേരും കൂടെ നിനക്ക് തരും. 3ാമത്തെ സഭയോട് പറഞ്ഞു. അതിൻ്റെ കുറ്റങ്ങളുണ്ട്, അതിനകത്ത് കുറച്ച് കുറ്റങ്ങളുണ്ടാവും സഭയോട്. പ്രൈസ് ദി ലോർഡ്. എന്താണ് ആ കുറ്റം?
പെർഗമോസിന്റെ സഭയിലെ ദൂതൻ എഴുതുക, മൂർച്ചയേറിയ ഇരുവായ് തലവാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നത്, നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളിടം. പാർക്കുന്ന സ്ഥലം വരെ ദൈവത്തിന് അറിയാം. നീ ആയിരിക്കുന്ന ദേശത്തെ ഭരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ ദൈവത്തിന് അറിയാം. സാത്താന്റെ സിംഹാസനം ഉള്ളിടമെന്നും ഞാൻ അറിയുന്നു. നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. പക്ഷേ ഈ സഭയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ദൈവത്തിന്റെ നാമത്തെ എല്ലാവരും പറഞ്ഞു, ഒന്ന് മുറുകെ ഇങ്ങനെ പിടിച്ചേ. ആ കർത്താവിന്റെ നാമത്തെ മുറുകെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് നീ ആയിരിക്കുന്ന പൈശാചിക ദേശത്തിന്റെ നടുവിൽ നിന്നും ഞാൻ നിന്നെ വിടുവിക്കാൻ പോവുകയാണ്. നിന്റെ കെട്ടുകളെ അഴിക്കാൻ ദൈവം ശക്തനാണ്. നീ പാർക്കുന്ന ദേശവും ഏരിയയും ദേശാധിപതി ശക്തികളൊക്കെ അറിയാം. പക്ഷെ നീ എന്റെ നാമത്തെ മുറുകെ പിടിച്ചാൽ, നീ എവിടെ പാർത്താലും, അത് ഏത് പൈശാചിക മണ്ഡലമാണെങ്കിലും, ഇന്ന് പകൽ ആ ദൈവത്തിന്റെ നാമത്തെ നീ മുറുകെ പിടിച്ചാൽ, ഹല്ലേലൂയ, സ്തോത്രം. എങ്കിലും നിന്നെ കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറയുവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും. ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഞാൻ ആരാധനയ്ക്ക് വന്ന് രക്ഷിക്കപ്പെട്ട് ദൈവസ്നേഹത്തിലൊക്കെ ആയെങ്കിലും ഇടയ്ക്ക് ആരെങ്കിലും പായസമൊക്കെ കൊണ്ടുവന്നാൽ സ്തോത്രം പറഞ്ഞങ്ങ് കഴിക്കുന്ന ഒരു അനുഭവം നിനക്കുണ്ടെങ്കിൽ അതങ്ങ് മാറ്റണം. ഇടയ്ക്ക് ഒരു ചെറിയ നൂലുകെട്ട്, ചെറിയൊരു വെള്ള നൂലുകെട്ട്, വെട്ടുകാടി ചെന്നൊരു കെട്ട്, അവിടെ കെട്ട് ഇവിടെ കെട്ട്, എല്ലാ കെട്ടും ആരും അറിയാതെ ചില കെട്ടുകളും ചില പൂജകളും മന്ത്രവാദങ്ങളും കാണിക്കയിടലും നേർച്ച കാഴ്ചകളും എന്നാലും വന്ന് ചിരിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുകയും ചെയ്യും. പോണ വഴിയിൽ പറ്റുമെങ്കിൽ വെടിവെച്ചാൻ കോവിലിൽ ചെന്നൊരു ഇതും കൂടെ നടത്തും. ഇങ്ങനെയുള്ള നിന്നോട് അതാണ് ദൈവം പറഞ്ഞത്, നിന്റെ പ്രവൃത്തി അറിയുന്നൊരു ദൈവം. രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടുന്ന അനുഭവം ഇന്ന് പകൽ നീ നിർത്തണമെന്ന്. അങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ നിനക്ക് ഒരു വെള്ളക്കല്ല് കിട്ടും, ഒരു മനുഷ്യനും കിട്ടാത്തൊരു പേര് അതിനകത്ത് നിനക്ക് എഴുതി വെക്കാൻ ദൈവം കാത്തിരിക്കുന്നു. രണ്ട് വെള്ളത്തിൽ കാല് ചവിട്ടരുത്. ആ വിഗ്രഹാർപ്പിതം തിന്ന് നമ്മൾ വിട്ടുകളഞ്ഞതിന്റെ പുറകെ നീ പോകരുത്. ഞാൻ ഇന്ന ആളായിരുന്നു, ഇന്ന പാരമ്പര്യത്തിലുള്ളവനായിരുന്നു, ഞാൻ ഇന്ന ക്ഷേത്രം അങ്ങനെയെങ്കിലും ഇങ്ങനെയൊക്കെ പൂജാരി അങ്ങനെയൊക്കെ ആയിരുന്നു. ഇടയ്ക്ക് അവരെയൊക്കെ തോളിൽ കൈയിട്ട് ഒരു പെക്കൊക്കെ അടിച്ച് അവരെ ഒന്ന് സന്തോഷിപ്പിക്കുന്ന അനുഭവം നിനക്കുണ്ടെങ്കിൽ ഇന്ന് പകൽ അത് മാനസാന്തരപ്പെട്ട് മടങ്ങി വരാൻ പണ്ട് നീ ഉപേക്ഷിച്ചതിന്റെ പുറകെ നീ പോകാതെ ഇന്ന് പകൽ യഥാർത്ഥമായ മാനസാന്തരം നിന്റെ അകത്തുണ്ടെങ്കിൽ മാത്രമേ ഈ വെളിപ്പാട് പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന ആ ജീവപുസ്തകത്തിനകത്ത് നിന്റെ പേര് കാണത്തുള്ളൂ. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാൻ ആഗ്രഹിക്കുന്നവർ മാത്രം കരങ്ങളെ അടിച്ച് ആ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. നരക തീക്കകത്ത് പോകാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ജീവപുസ്തകത്തിനകത്ത് പേരെഴുതി കാണാത്ത ഏവനും തീപ്പൊയ്കയിൽ തന്നെ എന്ന് വചനം പറയുമ്പോൾ നീ അതിന് വില കൊടുക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് അങ്ങനെ 7 സഭകളോടും അവരുടെ കുറ്റങ്ങളും കുറവുകളും ചൂണ്ടിക്കാണിച്ച് ദൈവം ചിലത് പറയുമ്പോൾ, ഹല്ലേലൂയ, 3-ാം അധ്യായം അതിന്റെ 3-ാം അധ്യായം 7-ഉം 8-ഉം വാക്യം വായിക്കാം. ഫിലദൽഫിയയുടെ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ ഉള്ളവനുമായി ആരും അടയ്ക്കാത്തവണ്ണം തുറക്കുകയും ആരും തുറക്കാത്തവണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എന്റെ വചനം കാത്തു എന്റെ നാമം നിഷേധിച്ചില്ല. ഇവിടെ അടഞ്ഞ വാതിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവാത്മാ പറയും, 10-ാം മാസം ദൈവം ഒരു വാതിൽ നിനക്ക് വേണ്ടി തുറക്കാൻ പോകും. അടഞ്ഞിരിക്കുന്ന വാതിലുകളെ തുറക്കുന്നവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. വളരെയധികം അധ്വാനിച്ചിട്ടും അടഞ്ഞ വാതിൽ തുറക്കുന്നില്ല. പലരുടെയും ജീവിതത്തിനകത്ത് വാതിലുകൾ അടഞ്ഞിരിക്കുന്നു. പക്ഷേ ദൈവം പറയുകയാണ്, ഇന്ന് പകല് നിന്റെ പ്രവൃത്തി കാണുന്നവൻ, ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവൻ, ദൈവാത്മാ പറയുകയാണ്, ആ താക്കോലും കൊണ്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അതിന് നിനക്ക് വാതിൽ തുറക്കണമേ 2 കാര്യം. 1, ഈ ദൈവത്തിന്റെ നാമത്തെ നീ മുറുകെ പിടിക്കണം. 2, നിന്റെ പ്രവൃത്തി അറിയുന്ന ദൈവം പറയുകയാണ്, ആ ദൈവവചനത്തെ നീ കാക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് പകലൊരു പുതിയ വാതിൽ നിനക്ക് വേണ്ടി ദൈവം തുറക്കാൻ പോവുകയാണ്. അടഞ്ഞ വാതിലുകൾ ദൈവം തുറന്നാൽ ആരും അടയ്ക്കത്തില്ല, ദൈവം അടച്ചാൽ ആരും തുറക്കത്തുമില്ല. ഇതാ ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവൻ പറയുകയാണ്, ഈ 10-ാം മാസത്തിൽ ഒരു പുതിയ വാതിൽ നിനക്ക് വേണ്ടി ദൈവം തുറക്കാൻ പോകുന്നു.
ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ കയ്യിലാണ് നിന്റെ വാതിൽ. നിന്റെ ബലം കൊണ്ടോ ശക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ നിന്റെ പ്രയത്നം കൊണ്ടോ കഠിനാധ്വാനം കൊണ്ടോ ദൈവം ഒരു വാതിൽ അടച്ചാൽ അതിനെ നിനക്ക് ആർക്കും തുറക്കാൻ പറ്റത്തില്ല. പക്ഷേ നീ ദൈവത്തിന്റെ നാമത്തെ മുറുകെ പിടിച്ച് ആ ദൈവവചനത്തെ ചെവി കൊണ്ട് കേട്ട് ഗ്രഹിച്ച് അതിനെ കീഴ്പ്പെട്ട് അനുസരിച്ചാൽ ദൈവം പറയുന്നു, അവൻ ഇറങ്ങി വന്ന്, ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവൻ ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി ഒരു വാതിൽ, ഒരിക്കലും ആർക്കും അടയ്ക്കാൻ പറ്റാത്ത ഒരു വാതിൽ ഇന്ന് പകൽക്കാലം ആത്മാവ് നിനക്ക് വേണ്ടി തുറക്കാൻ പോയ. ശക്തമായി കരങ്ങളെ അടിച്ച ആത്മനിറവില് ശക്തമായി കരങ്ങളെ അടിച്ചുകൊണ്ട് ആത്മാവിന്റെ ശക്തിയോടെ അഭിഷേകത്തോടെ ആരാധിച്ചുകൊണ്ട് ദൈവാത്മാവിൽ വിളിച്ചു പറഞ്ഞാൽ ആർക്കും തുറക്കാൻ പറ്റാത്ത, ആർക്കും അടയ്ക്കാൻ പറ്റാത്ത ഒരു പുതിയ വാതിൽ പിശാച് അടച്ചു വെച്ച ചില വാതിലുകളെ ഈ 10-ാം മാസം 1-ാം തീയതി ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങളെ അടിച്ച് നിന്റെ പ്രവൃത്തി അറിയുന്നവൻ, നീ വചനം കാത്തതുകൊണ്ട്, നീ വചനത്തെ കാത്തതുകൊണ്ട്, ദൈവവചനത്തെ കാത്തതുകൊണ്ട്, ദൈവവചനത്തെ മുറുകെ പിടിച്ചതുകൊണ്ട്, ദൈവനാമത്തെ മുറുകെ പിടിച്ചതുകൊണ്ട് ഇന്ന് പകൽ എന്റെ ദൈവം നിനക്ക് വേണ്ടി അടഞ്ഞ ചില വാതിലുകളെ തുറക്കാൻ പോയ. ആത്മീകമായ ഭൗതികമായ അനുഗ്രഹങ്ങള്, രോഗത്തിന്റെ സൗഖ്യത്തിന്റെ വാതിലുകൾ, ആത്മീക അനുഗ്രഹത്തിന്റെ വാതിലുകൾ, ഭൗതിക അനുഗ്രഹത്തിന്റെ വാതിലുകൾ, സാമ്പത്തികത്തിന്റെ വാതിലുകൾ, ജോലിയുടെ വാതിലുകൾ, വരുമാനത്തിന്റെ വാതിലുകൾ, മാനസാന്തരത്തിന്റെ വാതിലുകൾ ഇന്ന് പകൽ നിനക്ക് വേണ്ടി ദൈവം തുറക്കാൻ പോയ. തുറക്കട്ടെ, 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 തുറക്കട്ടെ. പുതിയ വാതിലുകൾ തുറന്നു വരട്ടെ, പുതിയ ഡോറുകൾ ഓപ്പണായി വരട്ടെ, പുതുവാതിലുകൾ വാതിലുകൾ തുറന്നു വരട്ടെ. അടഞ്ഞ വഴികളെ വാതിലുകളെ തുറക്കുന്ന ദൈവത്തിന്റെ നീതി നിന്റെ ജീവിതത്തിൽ ഇന്ന് പകൽ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. മനുഷ്യനടച്ച വഴികൾ, മനുഷ്യനടച്ച വാതിലുകൾ ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. ബിസിനസിന്റെ വഴികളെ ദൈവം തുറക്കാൻ പോകുന്നു. വരുമാനങ്ങളെ തുറക്കാൻ പോകുന്നു. തലമുറയുടെ ഭാവിയുടെ വഴികളെ ദൈവം തുറക്കാൻ പോകുന്നു. സാമ്പത്തികത്തിന്റെ വഴികളെ ദൈവം തുറക്കാൻ പോകുന്നു. വരുമാനത്തിന്റെ വഴികളെ തുറക്കുന്നു. ആത്മാക്കളെ കൊള്ളയടിക്കുന്ന ഒരു അഭിഷേകം ഇന്ന് പകലത് തുറന്നു വരട്ടെ. ഹല്ലേലൂയ ജീസസ്. ഓ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തില് ദൈവത്തിന്റെ മക്കളെ, ഏത് സാഹചര്യങ്ങളിൽ നീ ആയിരുന്നാലും അതിനകത്ത് ദൈവവചനത്തെ മുറുകെ പിടിച്ചാൽ, ആ യേശുവിന്റെ നാമത്തെ നീ വിടാതെ കൈവിടാതിരുന്നാൽ നിന്റെ സാഹചര്യം എങ്ങനെയാണെങ്കിലും ആ അടഞ്ഞ വാതിലിന് ദൈവം തുറക്കും. പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ വാതിലുകൾ അടയാനും വാതിൽ തുറക്കാത്തതിന് കാരണം അവർ മനുഷ്യൻ്റെ വാക്ക് കേട്ട് അതിൽ കുടുങ്ങിപ്പോവുകയും മനുഷ്യരിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ദൈവത്തിൻ്റെ നാമത്തെ ഉപേക്ഷിച്ച് കളയുകയും വല്ലപ്പോഴും ആണ്ടിലൊരിക്കൽ ജിറാഫിനെ പോലെ വന്ന് എത്തി നോക്കിയിട്ട് പോകുന്ന വിശ്വാസികൾക്ക് എന്നും വാതിൽ അടഞ്ഞിരിക്കും. എന്നാൽ ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി നിൽക്കുന്നവന് വേണ്ടി മാത്രം എൻ്റെ ദൈവം വാതിലുകളെ തുറക്കാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് നിന്റെ ലൈഫിൽ വാതിലുകൾ അടയുന്നത്? വേറെ ഒരു വിഷയമില്ല, നിന്റെ മാത്രം തെറ്റാണ്, ഒരിക്കലും ദൈവത്തിന്റെ തെറ്റല്ല, ഒരിക്കലും പിശാച് അടയ്ക്കുന്ന വാതിലുകളല്ല. കാരണം നിന്നെ ദൈവത്തിന് കാണാൻ കിട്ടുന്നില്ല, നീ ദൈവത്തിന്റെ കണ്ണിന്റെ മുമ്പിലില്ല, നീ ദൈവത്തിന്റെ പ്രസൻസിലില്ല. നീ വല്ലപ്പോഴും വന്ന് ദൈവസന്നിധി ഇരുന്ന് ഉറങ്ങിയിട്ട് എഴുന്നേറ്റങ്ങ് പോവുക. നിന്റെ ശരീരത്തിൽ ദൈവസാന്നിധ്യമില്ല, നിന്റെ വായ് തുറന്ന് നീ ദൈവത്തെ സ്തുതിക്കാറില്ല, നിന്റെ കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കാറില്ല, നിന്നെയും നീയും ദൈവമായിട്ടൊരു ബന്ധമില്ല, പേഴ്സണൽ റിലേഷൻഷിപ്പ് ഇല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ദൈവം പറയും, എങ്ങനെ നിനക്ക് വേണ്ടി ഞാൻ വാതിൽ തുറക്കും? നിനക്ക് വേണ്ടി ഞാൻ വാതിൽ തുറക്കണമെങ്കിൽ
നിന്നെ നോക്കുമ്പോൾ നീ ആ ദൈവസന്നിധി ഇതിനകത്ത് ഇരിക്കണം. ഹല്ലേലൂയ. ആ നാമത്തെ നീ മുറുകെ പിടിക്കണം. പറഞ്ഞിട്ട് ആ നാമത്തെ മുറുകെ പിടിക്കണം. ആ വചനത്തെ നീ കാക്കണം. നീ ദൈവ വചനത്തിന് വേണ്ടി നിൽക്കണം. സഭയ്ക്ക് വേണ്ടി നീ നിൽക്കണം. ആരാധനകൾക്ക് വേണ്ടി നിൽക്കണം. അപ്പോൾ ദൈവം കാണുമ്പോൾ ഇവൻ എനിക്ക് വേണ്ടി നിൽക്കുന്നവനാ.